ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമാണ് അറിയണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മുട്ട ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ. സാധാരണ രീതിയിലുള്ള മുട്ട ചിക്കൻ ഒന്നുമില്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ഉപ്പേരി പോലൊക്കെ ആയിട്ട് കഴിക്കണവർക്കും മുട്ട ചിക്കൻ ഇത് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എനിക്ക് മുട്ട ചിക്കൻ ഇത് വെറുതെ തരുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും അറിയേണ്ടാവും, കാരണം എന്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ട് നമുക്ക് നല്ല വലിച്ചിട്ടെടുക്കാം. ചിക്കയിലോട്ട് ഉള്ളിയും പച്ചമുളകും കുഞ്ഞിതൊക്കെ ആയിട്ട് വെട്ടി കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ, ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് വേവിച്ചതാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചിക്കിയത് വേണം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു. ഇത്രയുള്ളൂ പരിപാടി. മുട്ടച്ചിക്കല്ല, ഉരുളക്കിഴങ്ങിന്റെ പേരിയാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ മുട്ടച്ചിക്കെന്നാ പറയുന്നത്, അങ്ങനല്ല. നമുക്ക് ഉരുളക്കിഴങ്ങോട് ഉണ്ടാക്കുന്നതോ എന്തുവേ ഞാൻ മുട്ടച്ചിക്കെന്നാട്ടോ പറയാം. മുട്ടച്ചിക്കതും ഉരുളക്കിഴങ്ങും ഉണ്ടാക്കാന്ന് പറയാം. ഇതാകുമ്പോൾ നമുക്ക് വിശപ്പ് തീരും. ഞാൻ അടുത്ത് ഒരു ഭക്ഷണമൊക്കെ കുറച്ച് നോക്കി കണ്ടിട്ടൊക്കെ കഴിക്കണം. ഇപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇതാണ്ടോ കഴിക്കുക. ഈ ടൈമിൽ എന്ന് പറയുമ്പോൾ ഒരു 12 മണി ആ നേരത്തൊക്കെ ഇതാണ് കഴിക്കാറ് കേട്ടോ. ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ട് ചിക്കൻ ഇത് അടിപൊളിയാണ് ഉണ്ടാക്കാൻ. എളുപ്പമാണ്, ഹെൽത്തിയാണ്, അടിപൊളിയാണ്. ഇത് ചപ്പാത്തിക്ക് കഴിക്കും, പത്തിരിക്ക്, ചപ്പാത്തി, പൂരി, ദോശ, പിന്നെ വെറുതെ കഴിക്കാനും നല്ലതാണ്. വെറുതെ കഴിക്കാറ് കേട്ടോ. അപ്പൊ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ. ശരി.